ഹായ് വെൽക്കം ബാക്ക്. ഒരു ലീനിയർ പോളിനോമിയൽ ഡിവൈഡഡ് ബൈ മറ്റൊരു ലീനിയർ പോളിനോമിയൽ ഇങ്ങനെ വരുന്ന റാഷണൽ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ട്രിക്ക് ഉണ്ട്. പറയാം. ആദ്യം ഈ രണ്ട് വാല്യൂസ്, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ന്യൂമറേറ്ററിലുള്ളതും ഡിനോമിനേറ്ററിലെ കോൺസ്റ്റൻറ്റ്, ഇവ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാം, ഇൻ്റർചേഞ്ച് ചെയ്യണം എന്നുള്ളത് എഴുതാം. ഇൻ്റർചേഞ്ച്. ഓക്കെ. നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലെ ഈ ബി, അതായത് കോൺസ്റ്റന്റ് ടേമും ഡിനോമിനേറ്ററിലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെയും സൈനുകൾ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം, അത് കണക്ക് ഇവിടെയും. ഓക്കെ, അങ്ങനെ കിട്ടുന്നതായിരിക്കും ഇൻവേഴ്സ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ്, ഈ എഫ് ഇൻവേഴ്സ് എക്സ് ഒന്ന് എഴുതി നോക്കാം. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എയും ഡിയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡി കൊടുക്കണം, അതിനോടൊപ്പം എക്സ് എഴുതുക. പിന്നെ ഇവിടെ പ്ലസ് ഈ എ അല്ലേ, എ. നെക്സ്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ മൈനസ് ബി എന്നും ഇവിടെ വരും, ഇതെന്ത് വരും, മൈനസ് സി എക്സ് എന്നും വരും. ഓക്കെ അല്ലേ, എളുപ്പമല്ലേ ഇത്. അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഇതാ നോക്കൂ, ന്യൂമറേറ്ററിൽ 3x-2, അത് ഓക്കെ, എ എക്സ് പ്ലസ് ബി എന്നുള്ള മോഡലാണ്. ഇതും എ എക്സ് പ്ലസ് ബി ആണ്, പക്ഷേ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ 3x-2 ഡിവൈഡഡ് ബൈ 5x ആദ്യം എഴുതാം. 5x+2 അല്ലേ, അങ്ങനെയല്ലേ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം കിടക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് എഫ് ഇൻവേഴ്സ് എക്സ് എഴുതാൻ വേണ്ടി എന്ത് ചെയ്യണം, 3ഉം 2ഉം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ 2x എന്ന് വരും. അടുത്ത് ഡിനോമിനേറ്ററിൽ ഈ 2 മാറിയിട്ട് എന്ത് വരും, 3 വരും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടുത്തെ സൈൻ പ്ലസ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ +2 എന്നും ഇവിടെ വരും. നെക്സ്റ്റ് -5x എന്നും വരും. ഓക്കെ, ഇതാണ് എഫ് ഇൻവേഴ്സ് എക്സ്. വളരെ സിമ്പിൾ അല്ലേ ഇത്.